ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം അവസാനിച്ചിരിക്കുന്നു. മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോവിച്ച് വ്യക്തമാക്കിയ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയുടെ അടക്കം മുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ISL വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്ലാസ്റ്റേഴ്സ് ആശാൻ ഇവാൻ വുക്കോവിച്ച് മത്സരശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആവശ്യമില്ലാതെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യെല്ലോ കാർഡ് പുറത്തെടുക്കുന്നത് തീർച്ചയായിട്ടും ഗെയിമിന്റെ ഇന്റൻസിറ്റിയെയും അതുപോലെ ഫ്ലോയെയും ബാധിക്കും. ഇന്നത്തെ മത്സരത്തിൽ റെഫറി ആവശ്യമില്ലാതെയുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യെല്ലോ കാർഡ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ. അതുപോലെ തന്നെ ഇവാൻ വുക്കോവിച്ച് പറഞ്ഞ അടുത്തൊരു കാര്യം, അതായത് ഫെഡോറിനെയും ദിമിയെയും ഏർലി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ആശാൻ പറഞ്ഞത് എങ്ങനെയാണ്: ഞങ്ങളുടെ മത്സരം ഹാഫ് ടൈമിൽ തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാവരെയും ഞാൻ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കാരണം ഞങ്ങളുടെ മത്സരം ആദ്യ പകുതിയിൽ തന്നെ അവസാനിച്ചു. ഞങ്ങളുടെ യുവതാരങ്ങൾക്ക് ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. മത്സരം ആദ്യ പകുതിയിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു പോയിന്റ് സ്വന്തമാക്കിയാണ്. എന്തായാലും നമുക്ക് ഒരു പോയിന്റ് ലഭിച്ചു എന്നാണ് നിലവിൽ ആശാൻ പറയുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ കളി ആദ്യ പകുതിയിൽ അവസാനിച്ചു എന്നാണ് ആശാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ലൂണയെ പറ്റി അദ്ദേഹം എന്തോ പറഞ്ഞു, പക്ഷെ അതെനിക്ക് കണക്ട് ആയില്ല. എന്തായാലും അതിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്തു വരുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായ ജിക്സൺ സിംഗിനെയും അതുപോലെ നവോച്ചയ്ക്കായിരുന്നു ഇന്ന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇരുവർക്കും ഒരു സില്ലി ആയിട്ടുള്ള റീസൺസിനെ ആയിരുന്നു ആദ്യം യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പിന്നാലെയാണ് നിലവിൽ റെഡ് കാർഡ് എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. 2 ഓൺ ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈസുക്കെ സക്കായുടെ ഓൺ ഗോളും അതുപോലെ ഈസ്റ്റ് ബംഗാളിന്റെ ഹിജാസൽ എന്ന താരത്തിന്റെ ഒരു ഓൺ ഗോളുമായിരുന്നു മത്സരത്തിൽ പിറന്നിട്ടുണ്ടായിരുന്നത്. ഹാഫ് ടൈമിൽ മത്സരം അവസാനിച്ചുവെങ്കിലും നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ റെക്കോർഡുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 4-2 പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആൻഡ് ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായിട്ട് പേജ് ഫോളോ ചെയ്യുക. താങ്ക്